ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രമ്യ രാജു കല്യാണം കഴിച്ചില്ലെങ്കിൽ രാധമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഋതികയെ കല്യാണം കഴിക്കണമെന്ന് പ്രതാപ് വർമ്മ സാറും പറഞ്ഞു. വർമ്മ സാറിനെയും പിണക്കാൻ പറ്റുന്നില്ല, രാധമ്മയും പിണക്കാൻ പറ്റില്ല. എന്ത് മാർഗമെന്ന് ആലോചിച്ചപ്പോൾ രാജു വിചാരിച്ചത് നാട് വിട്ടു പോയി കളയാമെന്ന്. അങ്ങനെ രാജു ആരും കാണാതെ രാത്രിയിൽ നാട് വിടാനായിട്ട് ഒരുങ്ങി പോവുകയാണ്. ബൈക്കെടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റാർട്ട് ചെയ്താൽ എല്ലാവരും ശബ്ദം കേട്ട് ഉണരുമല്ലോ, അതുകൊണ്ട് തള്ളിക്കൊണ്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് ബൈക്ക് തള്ളാനായിട്ട് നോക്കുമ്പോൾ ആ ബൈക്കിനകത്തൊരു പേപ്പർ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. അതൊരു കത്തായിരുന്നു. അതെടുത്ത് നൂത്ത് നോക്കുമ്പോൾ ഋതികയുടെ അമ്മ പത്മാവതി എഴുതിയ കത്താണ്. ഞാൻ ഋതുമോളുടെ അമ്മ പത്മാവതിയാണ്. ഞാൻ കുന്നത്തുകാവിൽ വന്നിരുന്നു രാജുവിനെയും ഋതികമോളെയും കാണാനായിട്ട്. പക്ഷേ എൻ്റെ ശത്രുവായ അംബിക അവിടെ വന്നിരുന്ന കാരണത്താൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയില്ല. എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. എൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിലാണ് എൻ്റെ ഋതുമോൾ ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഋതുമോളെ രാജു വിവാഹം കഴിക്കണം. എല്ലാവരുടെ അനുഗ്രഹത്തോടെയാണ് ഈ വിവാഹം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് രാജു എതിരൊന്നും പറയരുത്, ഋതുമോളെ വിവാഹം കഴിക്കണം എന്നൊക്കെ ആ കത്തിൽ എഴുതിയിരുന്നു. അത് വായിച്ചപ്പോൾ രാജുവിൻ്റെ മനസ്സിന് ഒരു വല്ലാത്ത സങ്കടം. പാവം ഋതികയെ വിവാഹം കഴിക്കാതിരിക്കുന്നത് ഞാൻ ആ കുടുംബത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിരിക്കും. അതുമാത്രമല്ല, ഋതിക മാഡം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ഇനിയും കാണാതിരിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ് രാജു ആ കത്ത് വായിച്ചിട്ട് ഋതിക കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചത്. അങ്ങനെ രാജു അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നും ആലോചിക്കുവാണ്. ആ കത്ത് മേഡത്തിൻ്റെത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഋതിക മേഡത്തെ വിവാഹം കഴിക്കില്ലായിരുന്നു. അങ്ങനെ രാജു അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഋതിക അടുത്തോട്ട് ചെല്ലുവാണ്. ഋതിക സങ്കടത്തോടെ രാജുവിനോട് പറയുവാണ്, രാജുവിൻ്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രാജു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അത് കേട്ടപ്പോൾ രാജു പറയുന്നു, ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു മാഡം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ പലവട്ടം ശ്രമിച്ചത്. എല്ലാവരുടെയും കാര്യമാണ് വലുത്. ഞാനൊരു കുടുംബസ്നേഹി ആയതുകൊണ്ട് എനിക്കാരെയും തള്ളിക്കളയാനും പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ മാഡം, ഞാൻ അങ്ങനെ ആയിപ്പോയി. ഞാനൊരു കാര്യം ആലോചിക്കുക രാജു. എന്താ മാഡം? ഞാൻ തിരികെ പൊയ്ക്കൊള്ളാൻ രാജു. എനിക്കും ആരെയും വിഷമിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അച്ഛനോടും അമ്മാമ്മയോടും എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞോളാം. ഇതൊക്കെ നമ്മുടെ കൊച്ചമ്മണി അവിടെ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ഋതിക വിങ്ങിപ്പൊട്ടി കരഞ്ഞോണ്ട് പറയുന്നു, രാധമ്മയുടെ ഇഷ്ടം പോലെ രാജു രമ്യയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോ. എന്നെ ഒരിക്കലും ഓർക്കുക പോലും വേണ്ട. എന്താ മാഡം ഈ പറയുന്നത് എന്നിങ്ങനെ രാജു പറയുമ്പോൾ നമ്മുടെ കൊച്ചമ്മണിക്ക് മനസ്സിലായി ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. പെട്ടെന്ന് കൊച്ചമ്മണി ഓടി വന്നിട്ട് പറയുക, മോളെ രാജു താലികെട്ടി ഇവിടെ കൊണ്ടുവന്നതേ പെരുവഴിയിൽ ഉപേക്ഷിക്കാനല്ല. ഞങ്ങളുടെ രാജു അത്ര ചതിയനൊന്നുമല്ല. മോളെ കല്യാണം കഴിച്ചതേ അവൻ്റെ കൂടെ പൊറുപ്പിക്കാൻ തന്നെ. പിന്നെ ഇവിടുത്തെ കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട. ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ ചട്ടിയും കലവും മുട്ടിയും തട്ടിയൊക്കെ പോവില്ലേ, ചിലപ്പോഴതൊക്കെ പൊട്ടിയും പോവും. അത്ര മാത്രമായിട്ട് മോള് കണ്ടാൽ മതി. പിന്നെ രാധമ്മ അതത്ര വലിയ ക്രൂരതയൊന്നുള്ള ആളല്ല, പഞ്ചപാവമാണ് മോളെ. അതെ, ആ രമ്യയും അവിടെ അമ്മയും കൂടെ ചേർന്ന് കൂടുപത്രം കൊടുത്ത് മയക്കിയതാ രാധമ്മയെ. മോക്കറിയാവോ, കോഴിമുട്ടയിൽ കൊടുക്കുന്ന മന്ത്രമേ ഫലിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ചെയ്തവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചടിക്കും. മോളിപ്പോൾ കണ്ടില്ലേ തിരിച്ച് കിട്ടിയത് രമ്യയ്ക്ക്. അവൾ കിടന്ന് പടപടാ പിടയ്ക്കുവല്ലയോ. ആ പിശാചിപ്പം രമ്യയുടെ ശരീരത്തിൽ കൂടിയിരിക്കുക. ഇതൊന്നും കണ്ട് മക്കൾ പേടിക്കരുത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ. മക്കൾ സങ്കടമൊക്കെ മാറ്റിയിട്ട് സന്തോഷത്തോടെ ഇരിക്കും. വാ നമുക്ക് അത്താഴം കഴിക്കാം എന്ന് പറയുമ്പോൾ രാജു മുന്നോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഋതികയെ കൊച്ചമ്മണി അങ്ങോട്ട് പിടിച്ചു നിർത്തിയിട്ട് പറയുന്നു, മോളെ ഒരു കാര്യം പറയാനുണ്ട്. ആ മണിയറ ഒരുക്കിയ പൂവൊക്കെ വാങ്ങിക്കുന്നതിന് കുറച്ച് കാശ് ചിലവായി. അത് ഞാൻ കടം മേടിച്ചാ ചെയ്തത് കേട്ടോ എന്ന് പറയുമ്പോൾ ഋതിക പറയും, അതിനെന്താ വല്യമ്മേ, ഞാൻ പൈസ തരാമല്ലോ. പൈസ അയക്കുന്ന അക്കൗണ്ട് നമ്പറുണ്ടോ? ഉണ്ടല്ലോ എന്ന് പറയും. പെട്ടെന്ന് കൊച്ചമ്മണിയുടെ ഫോൺ നമ്പരൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഋതിക അപ്പോൾ തന്നെ കൊച്ചമ്മണിയുടെ അക്കൗണ്ടിലോട്ട് പൈസയും ഇട്ട്. കൊച്ചമ്മണി ചോദിക്കുന്നു, മോളെ എത്ര രൂപയാണ് ഇട്ടത്? അത് 10,000. അത് കേട്ടതും കൊച്ചമ്മണി അങ്ങ് ഞെട്ടിപ്പോയി. കൊച്ചമ്മണിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. ഋതിക അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, അയ്യോ എൻ്റെ തങ്കക്കട്ടി, വാ മോളെ അത്താഴം കഴിക്കാം എന്നും പറഞ്ഞ് ഋതികയെ വിളിച്ചുകൊണ്ട് കൊച്ചമ്മണി പോവുകയാണ്. കൊച്ചമ്മണിക്കൊരു വലിയ ഇരയെ തന്നെ കിട്ടിയിരിക്കുവാണ് നമ്മുടെ ഋതികയെ. ജയൻ ഏതായാലും മറുകണ്ഠം ചാടിക്കഴിഞ്ഞ്. ഇനി പ്രിയയും കൂടെ അങ്ങോട്ട് കൊണ്ടുവരണമല്ലോ. അതിന് ജയൻ ശ്രമിക്കുന്നുണ്ട്. പ്രിയ, നീ എന്താ മുഖം ഇങ്ങനെ കടന്നിൽ കുത്തിയ പോലെ ഇരിക്കുന്നത്? അതെ, എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട് എന്നൊക്കെ പ്രിയ പറയുന്നുണ്ട്. പ്രിയ എങ്ങനെയെങ്കിലും ഋതികയുടെ സൈഡ് കൊണ്ടുവരാൻ ജയൻ അങ്ങനെ കുറേ ശ്രമിക്കുന്നുണ്ട്.
ജയേട്ടൻ എന്തിനാ പെട്ടെന്ന് കാലുമാറിയത്? എന്തുവാ പ്രിയെ നീ പറയുന്നത്? നിങ്ങളുടെ അമ്മ പെട്ടെന്ന് ചാടിക്കേറിയ വള്ളത്തെ പോയതുപോലെ നിങ്ങളും ഇപ്പോൾ ഋതികയുടെ സൈഡ് ചേരുവാണല്ലോ. എൻ്റെ പ്രിയേ, അത് നമ്മുടെ പാവം അളിയൻ്റെ കൊതുമ്പ് വെള്ളമല്ലിയോടി, അത് നമ്മൾ മുക്കണോ? എൻ്റെ ജയേട്ട, നമ്മൾ ഇത്രയും നാളും ആ രമ്യയുടെ കൂടെ അല്ലായിരുന്നോ? ആ രമ്യയുടെ കഥയൊക്കെ ജഗപൊകയായി പോയില്ലേ? ഇനി അതുകൊണ്ട് നമ്മൾ വഴിമാറി നടക്കുന്നതാ പ്രിയേ നല്ലത്. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ വേണുവേട്ടൻ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നു, അയ്യോ വിശുദ്ധ ഭാര്യ ഭർത്താക്കന്മാർ ആരെങ്കിലും തട്ടാനുള്ള പരിപാടി വല്ലതും നോക്കുവാണോ? അയ്യോ അങ്ങനെ വല്ലതുമാണെങ്കിൽ ഞാനങ്ങ് മാറിയേക്കാവേ. അയ്യോ അച്ഛനെ തട്ടിക്കളയാൻ പ്രിയ ഒന്നും പറഞ്ഞിട്ടില്ലച്ചാ. എടാ മോനെ ജയ, അവളെ ആ പ്രിയെ ഞാൻ വളർത്തിയത്, അവൾ എൻ്റെ മകളാണ്. അവളെ ഞാൻ വളർത്തിയപ്പോൾ നല്ല മകളായിരുന്നു. എന്നവൾ നിന്നോടൊപ്പം കൂടിയോ അവൾ ദുർഗുണമൂർത്തിയായി മാറി. എടി പ്രിയേ, ഇവിടെ ആരുമില്ലേ എനിക്കിച്ചിരി ആഹാരം വിളമ്പിത്തരാൻ എന്നിങ്ങനെ നമ്മുടെ വേണുവേട്ടൻ ചോദിക്കുമ്പോൾ പ്രിയ രാധമ്മയെ വിളിക്കുന്നുണ്ട്. അമ്മേ, അച്ഛൻ ആഹാരം വിളമ്പി കൊടുക്കാൻ. രാധമ്മ ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നു, അതെ ഇങ്ങേർക്ക് ആഹാരം വിളമ്പി കൊടുക്കാനേ അയാളുടെ മരുമോളുണ്ട്, അവൾ വേണമെങ്കിൽ വിളമ്പി കൊടുത്തോളും. അത് കേട്ടോണ്ട് നമ്മുടെ വേണുവേട്ടൻ പറയുക, എടി രാധേ, നിന്നെ ഞാൻ ചാക്ക് ചരടിൽ കെട്ടിയല്ല ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നത്, നല്ലൊന്നാന്തരം സ്വർണ്ണത്താലി കെട്ടിയാ നിന്നെ കൊണ്ടുവന്നത്. ഭാര്യമാരോട് ഭർത്താവിന് സ്നേഹം ഉണ്ടെങ്കിലേ ഭർത്താവിന് വില കൊടുക്കത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല, ഒരു വിലയും ഇല്ലല്ലോ. എന്നാൽ പിന്നെ രാധമ്മേ, നമുക്ക് ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കാം. വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് രാധമ്മ അങ്ങ് ഞെട്ടി. ജയനും പ്രിയയും എല്ലാം ഇങ്ങനെ അന്താളിച്ച് നിൽക്കുവാണ്. ആ സമയത്ത് കൊച്ചമ്മണി ഋതികയെ വിളിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ രാജുവിനെ ഋതികയെ അവിടെ ഇരുത്തിയിട്ട് പറയുന്നു, രാധമ്മേ മരുമോക്കും മോനും ഭക്ഷണം വിളമ്പി കൊടുക്ക്. രാധമ്മ പറയാം, അവരൊരു തന്നെ അങ്ങ് വിളമ്പി കഴിച്ചാൽ മതി, എനിക്കിപ്പോൾ തൽക്കാലം അതിന് നേരമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വേണുവേട്ടൻ കുറച്ച് റൊമാൻസിലാണ് നമ്മുടെ രാധമ്മയുടെ കൈക്കൊരു ചെറിയ നുള്ളൊക്കെ കൊടുത്തിട്ട് പറയുന്നു, എടി രാധമ്മേ, ഡിവോഴ്സ് എന്നൊക്കെ ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലയോ. രാധമ്മയ്ക്കൊരു കുലുക്കമില്ല. അത് കണ്ടുകൊണ്ട് കൊച്ചമ്മണി പറയുന്നു, രാധമ്മയൊന്ന് തണുക്കാൻ 2-3 ദിവസം എടുക്കും, അതുവരെ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം വിളമ്പി തരാമല്ലോ എന്നും പറഞ്ഞ് രാധമ്മ അവർക്കെല്ലാം ഭക്ഷണം വിളമ്പുന്നു. പെട്ടെന്ന് ജയനും കയറി സന്തോഷത്തോടെ ഇരിക്കുവാണ്. പ്രിയയും രാധമ്മ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ജയൻ പ്രിയയോട് ചോദിക്കുന്നു, അല്ല പ്രിയേ, നീ കഴിക്കുന്നില്ലയോ? അതെ, എൻ്റെ ഡോഗിന് വേണം ഭക്ഷണം. ആഹാ, അത് കേട്ടോണ്ട് നമ്മുടെ വേണുവേട്ടൻ പറയുന്നു, അല്ല പ്രിയേ, നിന്റെ ഡോഗ് താണ്ട കഴിക്കുന്നുണ്ടല്ലോ ഭക്ഷണം. ആരെ? നമ്മുടെ ജയനെ നോക്കിയാണ് പറയുന്നത്. വേണുവേട്ടൻ രാധമ്മയെ നോക്കി പറയുന്നുണ്ട്, ഇവരൊക്കെ ഒരു യൂണിയനായി കഴിഞ്ഞ് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, ജയൻ്റെ അമ്മ ഇരിക്കുന്നില്ലയോ? എപ്പോഴും വലിയ വിശപ്പാണല്ലോ. എനിക്ക് വിശപ്പൊക്കെ ഉണ്ട്, എന്നാലും എൻ്റെ ഈ മക്കൾ കഴിച്ചിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. അത് കേട്ടിട്ട് വേണുവേട്ടൻ ചിരി വരുവാണ്. അയ്യോ എന്തൊരു ത്യാഗം, എന്തൊരു മനസ്സ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. രാധമ്മ ആഹാരം കഴിക്കാത്തതിൽ രാജുവിന് നല്ല സങ്കടമുണ്ട്. അമ്മേ, വന്ന ആഹാരം കഴിക്കമ്മേ, എനിക്ക് നിൻ്റെ ഒന്നും ആഹാരം വേണ്ടടാ എന്നും പറഞ്ഞ് രാധമ്മ പോകുമ്പോൾ പുറകിന് പ്രിയയെ അങ്ങ് പോവുകയാണ്. വേണുവേട്ടൻ അത് കണ്ടിട്ട് തമാശ തന്നെ വീണ്ടും. ഇവർ അമ്മയും മോളും അല്ലല്ലോ, മസാല ദോശയും വടയാണെന്ന് തോന്നുന്നു. ഒന്നിച്ചാണല്ലോ രണ്ടുപേരും പോകുന്നതും വരുന്നതും. എടാ മക്കളെ, ഇതൊന്നും കണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഇതൊരു നിരാഹാര സത്യാഗ്രഹമാണ്. എല്ലാ നിരാഹാര സത്യാഗ്രഹവും തീരുന്നത് എപ്പോഴാണെന്നറിയാവോ? നല്ല വിശപ്പ് വരുമ്പോൾ. അതുകൊണ്ട് ഇതൊന്നും സാരമില്ല, അതൊക്കെ അങ്ങ് തന്നെ മാറിക്കോളൂ എന്നൊക്കെ വേണുവേട്ടൻ തമാശ പറയുന്നുണ്ട്. അണിയിച്ചൊരുക്കിയ മണിയറയിൽ രാജു ഇങ്ങനെ ഇരിക്കുവാണ് കട്ടിൽ. കൊച്ചമ്മണി ഋതികയുടെ കയ്യിൽ പാല് കൊടുത്തിട്ട് പറയുന്നു, പേടിക്കുകയൊന്നും വേണ്ട, നാണിച്ചാൽ മതി. അങ്ങനെ കൊച്ചമ്മണി ഋതികയ്ക്കൊരു ക്ലാസ് തന്നെ എടുക്കുവാണ്. പാല് രാജുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് തിരിഞ്ഞു നിന്ന് നാണിച്ച് കാലുകൊണ്ട് കോലം വരയ്ക്കണം. അവൻ തോളത്ത് കൈവെക്കുമ്പോൾ നാണം അഭിനയിക്കണം. ഇന്ന് വളരെ നാണത്തോടിരിക്കണം. നാളെ മുതൽ അവനെ വരച്ച വരയിൽ നിർത്തണം. അങ്ങനെ കൊച്ചമ്മയുടെ ഒരു 1.5 ക്ലാസ് തന്നെ നടത്തുവാണ് ഋതികയുടെ അടുത്ത്. അങ്ങനെ ഋതിക രാജുവിന് പാലും കൊണ്ട് പോയി കഴിയുമ്പോൾ അങ്ങോട്ട് ജയൻ ഓടി വന്നിട്ട് അവൻ്റെ അമ്മയോട് ചോദിക്കുന്നു, അമ്മേ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊക്കെ കാര്യങ്ങൾ നടക്കുമോ അമ്മേ? നടക്കൂടാ, അവളൊരു സ്വർണ്ണപ്പാടം തന്നെയാടാ, വിളഞ്ഞ് കിടക്കുവാണ്, നമ്മൾ കയറി അങ്ങോട്ട് കൊയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അവർ രണ്ടുപേരും കൂടെ. ഇതൊന്നും ആ പ്രിയയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ അമ്മേ, അതൊക്കെ നമുക്ക് പതുക്കെ മനസ്സിലാക്കി കൊടുക്കാടാ. ആദ്യം ഞാനെന്ന് കൊയ്തെടുക്കട്ടെ. അമ്മേ, കൊയ്യുന്നതൊക്കെ കൊള്ളാം, ഞങ്ങൾക്കൂടെ തരണം കേട്ടോ. നീ എന്നോടൊപ്പം ഒട്ടി നിന്നാൽ മതി. രമ്യ വെറും തറയാടാ, ഈ കൊച്ചെ കോടാനുകോടി രൂപയുടെ തമ്പുരാട്ടിയാടാ. രമ്യ കൊണ്ടുവരുന്ന വളിച്ച കപ്പപ്പുഴുക്കിലും പുളിച്ച മീൻകറിയിലും മയങ്ങിക്കിടക്കുവാടാ നിൻ്റെ ഭാര്യ പ്രിയ. ഈ കൊച്ചി ഈ വീടിൻ്റെ ഐശ്വര്യവാടാ. അതൊക്കെ ഇവർ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കാര്യമൊക്കെ നടത്തിയെടുത്തിരിക്കണം. മണിയറ ഒരുക്കിയതിന് വല്ലതും തന്നോ? അയ്യോ എൻ്റെ മോനെ, ഒന്ന് പറഞ്ഞതേ ഉള്ളൂടാ, 10,000 വാടാ എനിക്ക് തന്നത്. അപ്പോഴെൻ്റെ ഷെയറോ അമ്മേ? എനിക്കുള്ളതല്ല എടാ മോനെ, നിനക്കുള്ളതല്ലയോ?
ഇവളൊരു രാജകുമാരിയല്ലയോടാ മോനെ, ഇവക്ക് പലയിടത്തും കൊട്ടാരം കാണും. അതിലൊരു കൊട്ടാരം ഈ കൊച്ചമ്മണിയുടെ പേര് ഞാൻ എഴുതി മേടിച്ചിരിക്കും. ഭാവിയിൽ അതെല്ലാം നിനക്ക് തന്നെ, പക്ഷേ അതൊക്കെ എൻ്റെ കാലം കഴിഞ്ഞിട്ടേ തരത്തുള്ളൂ. അങ്ങനെയുള്ള വിൽപ്പത്രം ഞാൻ എഴുതി വെക്കും. അല്ലാതെ അതിനു മുമ്പെങ്ങാണം ഞാൻ നിനക്ക് എഴുതി തന്നാലേ നീ നിൻ്റെ ശൃംഗാരി ഭാര്യയും കൂടെ ചേർന്നേ എന്നെ കൊണ്ടുപോയി വല്ല അനാഥാലയത്തിൽ കൊണ്ടിടും. അതുകൊണ്ട് ആ വേലയങ്ങ് മനസ്സിലിരിക്കട്ടെടാ മോനെ. ഋതിക വന്ന് കയറിയതേയുള്ളൂ, കൊച്ചമ്മണി താണ്ട കൊട്ടാരവുമായി അങ്ങനെ സ്വത്തുക്കൾ ഓരോന്നും കൈപ്പറ്റുന്നതിനെക്കുറിച്ചുള്ള ചിന്ത തുടങ്ങിക്കഴിഞ്ഞു. പ്രിയയും കൂടെ സൈഡ് ചേർക്കാനായിട്ട് ജയൻ ശ്രമിക്കുന്നുണ്ട്. ജയേട്ടാ വേണ്ട, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരുന്നാലേ ചവിട്ടി നിൽക്കുന്ന മണ്ണ് തന്നെ അങ്ങ് ഒലിച്ചു പോവും. എൻ്റെ പ്രിയേ, നിനക്കത്ര മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നമ്മൾ വിചാരിക്കാതെ തന്നെ കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായി മാറിക്കഴിഞ്ഞു. രമ്യയുമായി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. മുദ്രപത്രത്തിലൊന്നും നമ്മൾ എഴുതി വാങ്ങിയിട്ടില്ലെങ്കിലും അവളും നമ്മളുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ജയേട്ട, അവൾ നമ്മളെ സഹായിച്ചതല്ലേ? ശരിയാ പ്രിയേ, പക്ഷേ ഇനിയാ സഹായം ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? അളിയൻ രമ്യയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ രമ്യയുടെ സഹായം കിട്ടുമെന്ന് വിചാരിക്കാം. ഇപ്പം അളിയൻ രമ്യയെ കല്യാണം കഴിച്ചില്ലല്ലോ. ഈ ഉർവശി ശാപ ഉപകാരമെന്ന് പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ? അതുപോലെയായി. എൻ്റെ ജയേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അളിയൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ദരിദ്രവാസിയൊന്നും അല്ല. 1000 രമ്യമാരെ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വലിയ കോടീശ്വരിയാണ്. അതുകൊണ്ട് നമ്മളിനി ഋതികയെ നമ്പി ജീവിക്കാൻ പോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമ്മളിനി ഋതിയോടൊപ്പം ചേരുന്നതാണ് നല്ലത്. എന്നെ അതിന് കിട്ടില്ല ജയേട്ട. എടി, നീ ആ രമ്യയുടെ കൂടെ ചേർന്നാലേ ഇനി അവിടെ കയ്യിൽ നിന്ന് തെറിയുടെ അഭിഷേകമല്ലാതെ 10 പൈസ കിട്ടാൻ പോകുന്നില്ല. ജയേട്ട, എൻ്റെ അമ്മയെ നാണം കെടുത്തി ഈ വീട് കുളം തോണ്ടിയവളാ ആ മന്ത്രിയുടെ മോള് ഋതിക. അവളെ ഞങ്ങൾ ഇവിടെ നടിച്ച് പുറത്താക്കും. അപ്പോഴാ ജയേട്ടൻ്റെ ഒരു കോംപ്രമൈസും കൊണ്ട് വന്നേക്കുന്നു എന്നും പറഞ്ഞ് പ്രിയ അങ്ങ് പോവുകയാണ്. ഋതിക അങ്ങനെ രാജുവിന് പാലുമൊക്കെ കൊടുത്ത് ആ അലങ്കരിച്ച മണിയറയിൽ ആ കട്ടിലിങ്ങനെ ഇരിക്കുവാണ്. രാജുവാണെങ്കിൽ എന്തൊക്കെയോ ചിന്തയിലിങ്ങനെ മുഴുകി നിൽക്കുവാണ്. ഋതിക രാജുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, രാജു എന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് മിണ്ടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് മാഡം. കണ്ടില്ലേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിപ്പോയി. അച്ഛനും അമ്മയും പരസ്പരം നോക്കിയാൽ തന്നെ വഴക്ക്. ഒരു സ്വസ്ഥതയില്ല. ഈ കല്യാണത്തിന് രാജുവിനെ പ്രേരിപ്പിച്ചത് ഞാൻ അല്ലേ? അതോർത്തിട്ടാ എനിക്കിപ്പോൾ വിഷമം. മേഡം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എന്തായാലും ഈ പ്രശ്നങ്ങൾക്കിടയിലും രാജു ഓടി വന്ന് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയല്ലോ. രാജു എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. രാജുവിൻ്റെ ആ നല്ല മനസ്സിന് നന്ദി. രാജു ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ എനിക്ക് എന്ത് സ്വസ്ഥതയും സമാധാനവുമാണ് കിട്ടുന്നത്. ഞാനിനി എൻ്റെ ലൈഫിൽ സമാധാനം എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല മാഡം. ഇവരൊക്കെ എന്നാ ഒന്ന് നന്നാകുന്നത്? മാഡം ഒരു കാര്യം ചെയ്യണം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയേ ചെയ്യണ്ട. അതൊന്നും നമ്മളെ ബാധിക്കുന്നതാണെന്ന് ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ എല്ലാത്തിൽ നിന്നും എസ്കേപ്പ് ആകാനൊന്നും എനിക്ക് കഴിയില്ല രാജു. എന്നാലും സാരമില്ല, ഞാൻ സഹിച്ചോളാം. രാജു പെട്ടെന്നൊരു ബോംബിടുവാണ് നമ്മുടെ ഋതികയ്ക്ക്. വിവാഹം കഴിഞ്ഞെങ്കിലും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം പഴയതുപോലൊക്കെ തന്നെ മതി മേഡം. അത് കേട്ടതും ഋതിക അങ്ങ് ഞെട്ടിപ്പോയി. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവിൻ്റെ ഈ തീരുമാനം എപ്പോഴാണ് മാറുന്നത്? ഋതികയുടെ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും മുന്നിൽ രാജു മുട്ടുകുത്തും എന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.